ഹലോ ഗായ്സ്, ഇപ്പം ഞാൻ മുംബൈയിലാണുള്ളത്. ദീപാവലി ടൈം ആയതുകൊണ്ട് തന്നെ റോഡിലും സ്ട്രീറ്റിലും ഒക്കെ ഭയങ്കര തിരക്കാണ്. ദീപാവലി എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് വടക്കേ ഇന്ത്യയിലാണ് ഇവർ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ സ്റ്റാറൊക്കെ ക്രിസ്മസിന് സ്റ്റാറൊക്കെ തൂക്കുന്ന പോലെ ഇവർ ഈ ദീപാവലി ടൈമിൽ ഈ കണ്ടോ, ഇത് എന്തോ അതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പല ടൈപ്പിലുള്ളത് ഇവരിങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത് മേടിക്കുന്നുണ്ട്. നല്ല വിലയാണ്. വലുതിനൊക്കെ 1000-1500 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന അത് വലിയ ഐതിഹ്യമായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചട്ടികളും എന്ന് പറയുമ്പോൾ രാമൻ, എനിക്കിതിനെ വലിയ ധാരണയില്ലെങ്കിലും രാമൻ്റെ ഒരു കാനനവാസത്തിന് ശേഷം നാട്ടിലോട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഐതിഹ്യമായിട്ടാണ് ദീപാവലി കാണുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആഘോഷമായിട്ട് കാണുകയും പടക്കങ്ങൾ പൊട്ടിക്കുകയും വിളക്കുകൾ കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ്. നാട്ടിൽ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലായിടത്തും ഒരുപാട് സാധനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഓഫറുകൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കടയും നിറഞ്ഞിരിക്കുകയാണ് സാധനങ്ങൾ കൊണ്ടിട്ട്. കണ്ടില്ലേ, ഈ ഒരു കട തന്നെ കണ്ടില്ലേ എന്തോരം സാധനങ്ങൾ ഓഫറിൽ കൊടുക്കുന്നതെന്നറിയാമോ. അങ്ങനെ കുറേ നടന്നു. ഇവിടെ എല്ലാം ഈ സാധനം തന്നെ തൂക്കിയിട്ടേക്കുന്നത്. എവിടോട്ട് തിരിഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പൂമാലകൾ, ലൈറ്റ്സ്, പല ടൈപ്പിലുള്ള ചട്ടികളെന്ന് പറയുന്നത് വരെ ലൈറ്റ് കൊണ്ടുള്ള ചട്ടികൾ വരെ ഉണ്ട്. അപ്പം അതങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ രംഗോലികളായാൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രംഗോലികൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പൂ കൊണ്ട് അലങ്കരിക്കുക. ഇതൊക്കെ ഈ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിടുകയും ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ഒരു സാൻഡ്വിച്ചും അതുപോലെ പിസ്സയും ഒക്കെ മേടിച്ച് കഴിച്ചു. അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട്. അപ്പോൾ മേളയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ആദ്യമേ കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗ്ലാസ്സുകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഓഫ് ഗ്ലാസ്സസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അതെല്ലാം കണ്ടു. അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ അതിലും വ്യത്യസ്തമായിട്ടുള്ള കുറേ ഐറ്റങ്ങൾ അതാണ്ടില്ലേ, ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ, ഊഞ്ഞാൽ. പിന്നെ തടി കൊണ്ടുണ്ടാക്കിയതും ആയിട്ടുള്ള പല ഐറ്റങ്ങളുണ്ട്. അതൊക്കെ നല്ല വിലയാണ് അവരിട്ടേക്കുന്നത്. നമുക്കൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ 40-45,000 രൂപയൊക്കെയാണ് പറയുന്നത്. ചെറിയ ഐറ്റങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് കണ്ടില്ലേ തടി കൊണ്ടുണ്ടാക്കിയ റോളർ. ഇങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി ഇങ്ങനെ നടക്കുക. അവിടെ ഇല്ല തേരാപ്പാര. വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴേ ഇതൊക്കെ കാണാൻ പറ്റിയത്. ഇത് കണ്ടില്ലേ, ഓരോ സൈക്കിള്, സ്കൂട്ടർ, അതൊക്കെ ഓരോരോ ഈ ചെറിയ ഇരുമ്പ് ഈ അയണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കളിപ്പാട്ടക്കടയിൽ കയറി. അവളാണെങ്കിൽ ഒരു മൊബൈൽ പോലത്തെ സാധനം വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്കാലത്തേക്ക് കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണോ കാട്ടിക്കൊട്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാവൽക്കാരനൊരു ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോയിരുന്നു. ബൈ ബൈ ഗായ്സ്.